ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ആക്രമണങ്ങൾ വ്യാപിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധനായ സജിമോൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീ സജിമോൻ ആന്റണി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. പലയിടത്തും ആക്രമണങ്ങൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും ഓപ്പറേഷൻ ലയൺസ് റോൾ റാറ്റ്ലിംഗ് ദ മിഡിൽ ഈസ്റ്റ് എന്നാണ് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മൾ സ്ഥിതിഗതി നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും എന്ന് പറഞ്ഞാൽ ഇറാന്റെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജെറുസലേമിൽ മിസൈൽ വീണ് 9 പേരും മരിക്കുന്നു, നിരവധി ആൾക്കാർക്ക് ഇഞ്ചുറി വരുന്നു. കുവൈറ്റിൽ ഒരാൾ മരിക്കുന്നു, 32 പേർക്ക് ഇഞ്ചുറി ആവുന്നു. ദുബൈയിൽ ലക്ഷറി ഹോട്ടലിന് എതിരെയും എയർപോർട്ടിനൊക്കെ എതിരെ അവിടേക്ക് മിസൈലുകൾ വീഴുന്നു. അതേസമയം ഇസ്രായേലിൽ 5 പേര് മരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിഗേഴ്സ് ആണ് ഇവിടെ നിന്ന് പറയാനുള്ളത്. അതോടൊപ്പം ഇന്നലത്തെ അറ്റാക്കിൽ അമേരിക്കൻ ഇസ്രായേൽ ഫോഴ്സിന്റെ അറ്റാക്കിൽ ഇറാനിന്റെ ഭാഗത്ത് നിന്ന് സ്കൂൾ കുട്ടികളുടെ മരിച്ച ആ നമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 148 എന്നുള്ളതാണ് ഇവിടുത്തെ മീഡിയയിലെ നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. ഏതായാലും വേറൊരു ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാ അറ്റൻഷനും നമ്മൾ തിരിച്ചിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. അപ്പം അവിടെയുള്ള ഡാനിഷ് ഷിപ്പിംഗ് ജയന്റ് മയേഴ്സ്ക്ക് അവിടെ സർവീസുകൾ സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് പറയുമ്പോൾ ഏകദേശം 5% അയൺ ഡോമിന്റെ ഒരു ടെസ്റ്റിംഗ് കൂടെ നടക്കുകയാണ് എന്ന്. ഈ കഴിഞ്ഞ തവണ എവിടെ മിഡിൽ ഈസ്റ്റിൽ എപ്പം യുദ്ധം നടന്നാലും ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ഒരു ടെസ്റ്റിംഗ് എഫിഷ്യൻസിയും കൂടെ എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഇവിടുത്തെ ഒരു മിലിറ്ററി അനലൈസറുടെ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ഏകദേശം 95-96% എഫിഷ്യൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് 100 മിസൈൽ വരുമ്പോൾ 95 അല്ലെങ്കിൽ 96 മിസൈലുകളും അത് നിർവീര്യമാക്കുന്നു. എന്നാൽ 5-6% അല്ലെങ്കിൽ 4-5% താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അനലൈസിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം ഇപ്പം ഏതാനും മിസൈലുകൾ ജെറുസലേമിൽ അല്ലെ കുവൈറ്റിൽ ദുബൈയിൽ ഒക്കെ വന്ന് പതിച്ചതിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണുന്നു. അതോടൊപ്പം മിലിറ്ററി അനലിസ്റ്റുകൾ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് അയത്തുള്ള അൽ ഖമനിയുടെ ഡെത്തിന് ശേഷം സെക്കൻഡ് ഇൻ കമാൻഡിനുള്ള അവിടെ ഒരു തീരുമാനം ആയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു സൈഡിൽ ആയിട്ടില്ല, അവരൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഉള്ള കാരണം ഓൾറെഡി റിട്ടേൺ ആയിട്ട് വെച്ചിരിക്കുന്ന കമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ റാൻഡംലി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വിടുന്നത് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അസസ്മെന്റും ഉണ്ട്. അതോടൊപ്പം അൽ ഖമേനി കൊല്ലപ്പെട്ടു, ഇനി നമുക്ക് വേറൊന്നും നോക്കാനില്ല, അതുകൊണ്ടിട്ട് ഉള്ള ആയുധങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വിട്ട് അമേരിക്കൻ അസറ്റ്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കൻ അസറ്റ്സ് ഇറാന്റെയും ആ ഒരു ഗൾഫ് റീജിയനിൽ കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ പ്രത്യേകിച്ച് ജോർദാന്, ഒമാന്, കുവൈറ്റ്, ഖത്തർ അങ്ങനെയുള്ള മേജർ ബേസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പോൾ കയറുന്നതിന് മുമ്പ് എന്റെ 2 സുഹൃത്തുക്കൾ, ഒരാൾ ഖത്തറിലും ഒരാൾ അബുദാബിയിലും ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തു എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടി, ഇവിടുത്തെ ഒരു ആംഗിളിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഖത്തറിൽ നിന്നുള്ള സഹോദരൻ ഫ്രണ്ട് പറഞ്ഞത് ഇതാണ്: രാത്രി മുഴുവൻ മുഴക്കങ്ങൾ കേൾക്കാമായിരുന്നു, എന്നാൽ താഴേക്കൊന്നും വന്നില്ല. അവർ ആയിരിക്കുന്ന കെട്ടിടത്തിന് ഏകദേശം 10 കിലോമീറ്റർ അകലെ ഒരു മിസൈലിന്റെ പീസ് വീണ് ആളപായം ഉണ്ടായില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ദുബൈയിലുള്ള ആൾക്കാർ, അബുദാബിയിലുള്ള ആൾക്കാർ പറഞ്ഞത് ദുബൈയിലും അല്ല അബുദാബിയിലും അങ്ങനെ ഒരു സീനറിയോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു റീസണും കൂടെ എനിക്ക് മനസ്സിലായതാണ്. ഇസ്രായേലിലൊക്കെ ബങ്കേഴ്സ്, ഇങ്ങനെയുള്ള മിസൈലുകൾ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ബങ്കേഴ്സും കാര്യങ്ങളും വളരെ കോമൺ ആണ്, എല്ലാ ബിൽഡിങ്ങിനും താഴെയുണ്ട്. എന്നാൽ അബുദാബി, ദുബായിലുള്ള നഗരങ്ങളിൽ സേഫ്റ്റിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം അവിടെയുള്ള ബിൽഡിങ്ങിൽ അങ്ങനെ പലതിനും ഇല്ല എന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഇതൊരു സങ്കീർണ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ 3 ഒബ്ജക്റ്റീവാണ് നമുക്ക് നേടാനുള്ളത് അമേരിക്കൻ ഭരണകൂടത്തിന്. ഒന്നാമത്തേത് അയത്തുള്ള അൽ ഖമേനിയുടെ ഡെത്ത് ആയിരുന്നു. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട്, പ്രത്യേകിച്ച് 1989 to 2026 വരെ ഒത്തിരിയധികം അമേരിക്കൻ ആളുകളെയും അമേരിക്കൻ അസറ്റുകളെയും ഉന്മൂലനം ചെയ്യാനായിട്ടും അമേരിക്കയ്ക്ക് ഡെത്ത് അല്ലെങ്കിൽ ഇസ്രായേലിന് ഡെത്ത് എന്ന് പരസ്യമായി പറയുകയും പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിഞ്ഞ 40 വർഷമായിട്ട് അൽ ഖമേനി ഒരു കണ്ണിലെ കരടായിരുന്നു. അപ്പൊ അതിനെ തുടച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് IRGC റെജീം കംപ്ലീറ്റ് പൊളിച്ചെഴുതി അമേരിക്കൻ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ വാല്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ അവിടെ ഇരുത്തുക എന്നുള്ളതായിരുന്നു ആ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാലിസ്റ്റിക് മിസൈലുകളും ന്യൂക്ലിയർ കേപ്പബിലിറ്റിയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ 3 കാര്യവും നേടാതെ ഈ ഒരു യുദ്ധം അവസാനിക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്.
ഏതായാലും അതിന് ഇവിടെ രണ്ട് അഭിപ്രായവുമുണ്ട്. രണ്ടാമത്തേത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ ട്രംപിന് അധികാരം കൊടുത്തു, ഒരു എക്സിക്യൂട്ടീവ് പവറിന് അതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് ഇവിടെ ഹോട്ടായിട്ട് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഇവിടെ എമർജൻസി ആയിട്ട് കോൺഗ്രസിന്റെ മീറ്റിംഗ് വിളിക്കണമെന്നും അവിടെ സെനറ്റിലും കോൺഗ്രസിലും വോട്ടെടുക്കണമെന്നും ഒരു വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതും കൂടെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അൽ ഖമനേനിയുടെ മരണത്തിന് ശേഷം ഇവിടെ പല സ്ഥലങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ ഇറാനിയൻ അനുകൂലികൾ അല്ലെങ്കിൽ റിബൽ അനുകൂലികളായിട്ട് നടത്തുകയുണ്ടായി. അതോടൊപ്പം ഇതിനോട് അപ്സെറ്റ് ഉള്ള ആൾക്കാർ വേറെ രീതിയിലും ഉണ്ടായി. അപ്പൊ അതിന് നമ്മൾ ഇറാനിലേക്ക് റിഫ്ലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ കാണാം. അൽ ഖമനയുടെ സപ്പോർട്ടേഴ്സ് ഇതിനെ ഒരു മോർണിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ദുഃഖമായിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ ഡെത്തിന് വേണ്ടിയിട്ട് അമേരിക്കക്കാരെ താങ്ക് യു പറയുന്ന ഒത്തിരി ആൾക്കാരുമുണ്ട്. കാരണം അവർ ലിറ്ററലി വാസ് പ്രേയിങ് ഫോർ സോ മെനി ഇയേഴ്സ്. അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇടപെട്ടിട്ട് അൽ ഖമനയുടെ ഭരണം അവസാനിപ്പിക്കണം, ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട്. ഏകദേശം 1000-കണക്കിന് ആൾക്കാർ സ്റ്റുഡൻസ് ആണ് കൊല്ലപ്പെട്ടത്. അപ്പം അതിനൊക്കെ അങ്ങനെ വിക്ടിമായിട്ടുള്ള ആൾക്കാരോട് വലിയൊരു ആഹ്ലാദ പ്രകടനം അവിടെയും നടക്കുന്നുണ്ട്. അതേസമയം ന്യൂയോർക്ക് പോലുള്ള സിറ്റികളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ സജിമോൻ ആന്റണി, അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭീകരതയെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ആയത്തുള്ള അലി ഖമനയെ വധിക്കാനുണ്ടായ കാരണവുമെന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അവിടെ പുതിയ പരമാധികാരി ആയത്തുള്ള അറാഫി ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുകയാണ് താൽക്കാലികമായി. അപ്പോൾ അദ്ദേഹം കൂടി ചുമതല ഏൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ട്രംപും ഇസ്രയേലുമാണ് തിരിച്ച് ഇറാനെ ആക്രമിക്കുന്നത് എന്നുള്ളതും നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയും തയ്യാറാകില്ല എന്നുള്ളത് വ്യക്തമല്ലേ അവിടെ? അമേരിക്ക ഇതിനെ ഒരു മൊമെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതേ മെസ്സേജ് ആണ് അമേരിക്ക ഇറാനിയൻ ജനത, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇറാനിയൻ ജനതയ്ക്കും കൺവേ ചെയ്തത്. പ്രസിഡന്റ് ട്രംപിന്റെ വാചകങ്ങൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, ദിസ് ഈസ് യുവർ മൂവ്മെന്റ്, ടേക്ക് ഇറ്റ്, ഗ്രാബ് ഇറ്റ്, ടേക്ക് ഇറ്റ്. ഇത് ലൈഫ് ടൈം ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ യൂസ് ചെയ്ത് IRGC റെജിമിനെ തൂത്തുവാരി ഖമനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടത്തെ മാറ്റിക്കൊണ്ടിട്ട് നിങ്ങളുടെ ലീഡറിനെ ഇലക്ട് ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളൊരു വലിയൊരു ആഹ്വാനമാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു ആഹ്വാനത്തിൽ ഇവിടെ നിന്ന് ഉള്ളത്. എന്നാൽ അവിടെ എന്തുമാത്രം അത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഉണ്ട്, റേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് വെനസ്വേലയിൽ എങ്ങനെ ആക്ഷൻ വന്നു, അല്ലെങ്കിൽ ലിബിയയിൽ എങ്ങനെ ആക്ഷൻ വന്നു, അല്ലെങ്കിൽ സിറിയയിൽ എങ്ങനെ ആക്ഷൻ വന്നു, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അവരുടെ മിലിറ്ററി മറ്റു രാജ്യങ്ങൾ ഈ പറഞ്ഞ വെനസ്വേല അല്ലെ ലിബിയ അല്ലെ സിറിയയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു മിലിറ്ററി ശക്തി, അവർ കേപ്പബിലിറ്റി ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടോ ഇല്ലെന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അണുവായുധം ഉണ്ടോ ഇല്ലെന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ പോലും ഓവറോൾ സ്പീക്കിംഗ് മറ്റു രാജ്യങ്ങളോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു രാത്രി കൊണ്ട് ആക്രമണം ചെയ്ത് നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 2 ഇൻവോക്ക് ചെയ്യാൻ അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് പവർ ട്രംപിന് ഉണ്ട് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറുവിഭാഗം വാദിക്കുന്നത് അങ്ങനെ ഈ ഒരു ലിമിറ്റ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പവർ പ്രസിഡന്റിന് ഇല്ല, അതുകൊണ്ട് തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പം ഏതായാലും സ്ഥിതിഗതികൾ വളരെയധികം സങ്കീർണമാണ്. രണ്ട് രീതിയിലുള്ള എക്സ്പെക്ടേഷനും ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇറാന്റെ റിട്ടാലിയേഷൻ ഹെവി ആയിരിക്കുമെന്നും അത് വൈഡ് സ്പ്രെഡ് ആയിരിക്കുമെന്നും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഭരണകൂടത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ മിലിറ്ററി, എസ്പെഷ്യലി അമേരിക്കൻ മിലിറ്ററിയും ഇസ്രായേൽ മിലിറ്ററിയും അതിനു വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ 2 മാസം നമ്മൾ കണ്ടു. അമേരിക്കയിൽ നിന്നും മറ്റ് ലോകത്തുള്ള പല ഭാഗങ്ങളിലും വാർഷിപ്പുകളുടെയും മറ്റ് യുദ്ധസാമഗ്രികളുടെയും വലിയൊരു കോൺസെൻട്രേഷൻ അമേരിക്കൻ ക്യാമ്പുകളിലേക്ക് കണ്ടു. അമേരിക്കൻ അസറ്റുകൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ പറഞ്ഞ പടക്കോപ്പുകൾ ഒരു ബൂസ്റ്റിംഗ് കണ്ടിരുന്നു. ഈവൻ യൂറോപ്യൻ യൂണിയനിലുള്ള അമേരിക്കൻ മിലിറ്ററിയിൽ പോലും ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് ബിൽഡപ്പ് നമ്മൾ കണ്ടിരുന്നു. അതപ്പോൾ അങ്ങനെ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ റിട്ടാലിയേഷനെ അമേരിക്കയോ ഇസ്രായേലോ ഭയക്കുന്നില്ല. എന്നാൽ അവരൊക്കെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഇറാനെ റീഷേപ്പ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് കിട്ടില്ല. അങ്ങനെ ഇറാനെ റീഷേപ്പ് ചെയ്യുവാണെങ്കിൽ മൊത്തം മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഇല്ലാതെ ഇരുന്നതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു ബ്ലെയിം ഈ പറഞ്ഞ IRGC റെജിമിനാണ് അമേരിക്കയും സഖ്യകക്ഷികളും പ്രത്യേകിച്ച് ഇസ്രായേലും കൊടുക്കുന്നത്. അപ്പം അവർ പറയുന്നത് അവരുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം അനിവാര്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞു വരുന്നത്. ഏതായാലും സ്ഥിതിഗതികൾക്ക് വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് റീജിയൻ, ആ ഒരു റീജിയൻ വളരെയധികം വേണ്ടപ്പെട്ടതാണ്, നമുക്ക് വിലമതിച്ചതാണ്, നമ്മുടെ ഒത്തിരി സഹോദരങ്ങളായ രീതിയിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു യുദ്ധം വ്യാപിപ്പിച്ച് മറ്റൊരു ലെവലിലേക്ക് പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഗവൺമെന്റിനോടൊക്കെ ആവശ്യപ്പെടാം. അതോടൊപ്പം വേറൊരു തിയറിയും കൂടെ വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഇപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇവിടെ ഇസ്രായേൽ കയറി
ഇസ്രായേലും അമേരിക്കയും ഇറാനെ സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഇമ്മീഡിയറ്റ്ലി ഒരു സ്ഥിതിഗതികൾ വളരെ വഷളാക്കുകയും അവിടെ ഒരു കൈൻഡ് ഓഫ് അൺഡിക്ലെയർഡ് വാർ തന്നെ വന്നു എന്ന് അതും ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു എന്നൊരു ലൈൻ ഓഫ് തോട്ടും വരുന്നുണ്ട്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് ഇസ്രായേലിലേക്ക് ഒരു ദിവസം മുമ്പ് പോയത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ സപ്പോർട്ട് ഇസ്രായേലിന് അൺഇക്വിക്കലി കിട്ടണം എന്നുള്ള രീതിയിലൊരു ധാരണ വേണം എന്നതിനും ആയിട്ട് ഒരു ലിങ്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കഴിഞ്ഞ ആഴ്ച ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷമാണ് ട്രംപിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു സ്റ്റാൻഡ് ഒന്നും കൂടെ കടുപ്പിച്ചത്. അല്ലെങ്കിൽ ട്രംപ് പലതവണ നെഗോഷിയേഷന്റെ പാത സ്വീകരിച്ചിരുന്നു. ആ ഒരു ലൈനിൽ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസിറ്റ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ സെക്രട്ടറിയായിട്ട് വന്നതിന് ശേഷം അതായത് കൂടുതൽ കണ്ടീഷൻസ് ആ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ആഡ് ഓൺ ചെയ്യുകയുണ്ടായി എന്നുള്ളതും തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇവിടെ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, അതുപോലെ തന്നെ ഒരു US പടക്കപ്പൽ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തയിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഇവിടെ നിന്ന് വെസ്റ്റേൺ മീഡിയ ഉദ്ധരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇൻക്ലൂഡിംഗ് ഈവൻ സ്കൂൾ കുട്ടികൾ ഏകദേശം നേരത്തെ 40, 50, 81, 100 ഇപ്പൊ എനിക്ക് 148 ആയി തോന്നുന്നു. അതും വെസ്റ്റേൺ മീഡിയ ഇച്ചിരി ലൈറ്റ്ലി മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പടക്കപ്പലുടെ ചില വീഡിയോസ് അവിടെ ഇവിടെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ എന്നാലും ഒരു ഓതന്റിക് ആയിട്ട് ഒരു സ്ഥിരീകരണം നടത്താനുള്ള ഒരു സ്റ്റേജിലല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ശരി, ശ്രീ സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി സജിമോൻ ആന്റണി വിവരങ്ങൾ നൽകിയതിന്.